ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കുവിന് ഫസ്റ്റ് ടൈം വാക്സിൻ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് വാക്സിൻ എടുക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അവൻ്റെ ബുക്കും ബോളും ഒക്കെ എടുത്ത് വെച്ചപ്പം അവൻ തന്നെ അതിൻ്റെ അകത്ത് കയറിയിരുന്ന് ബോളൊക്കെ എടുത്ത് കളിക്കുവാണ് കേട്ടോ. അങ്ങനെ അവൻ കയറാത്ത രീതിയിൽ അങ്ങനെ നിർബന്ധമൊന്നും പിടിച്ചില്ല, തന്നെ അതിൻ്റെ അകത്തോട്ട് ചാടി കയറിയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ബാസ്ക്കറ്റൊക്കെ അടച്ച് നമ്മളിത് അവനുമായിട്ട് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ബാസ്ക്കറ്റ് അടച്ചപ്പോഴും അവൻ അങ്ങനെ പേടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അകത്തുനിന്ന് ബോളൊക്കെ നോക്കി പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുകയായിരുന്നേ. അപ്പോൾ നമ്മൾ ഓട്ടോ ആണ് കേട്ടോ ബുക്ക് ചെയ്തത്. അപ്പോൾ ഈ ബാസ്ക്കറ്റിൽ അവനെയൊക്കെ ഇട്ട് പോകാൻ കുറച്ചുകൂടി എളുപ്പം ഓട്ടോ ആയിരിക്കുമല്ലോ. അപ്പോൾ ഓട്ടോ വന്നു. ഓട്ടോയിൽ കയറി കഴിഞ്ഞപ്പോൾ അവന് കുറച്ച് നെർവസ് ആവാൻ തുടങ്ങി കേട്ടോ. അവൻ കരയാനൊക്കെ തുടങ്ങി. പിന്നെ ഡോക്ടർ സൂയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവിടെ എത്തി. ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അപ്പോൾ ഏട്ടൻ അവിടെ രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഇതാ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. ചിക്കുവിൻ്റെ കാർഡൊക്കെ കിട്ടി. ഇനി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡോക്ടറെ ഒന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ അകത്തേക്ക് വിളിച്ചു. അങ്ങനെ ഡോക്ടർ വന്നു അവനെ ചെക്കപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ബാസ്ക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടും അവന് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവന് നല്ല അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ അവൻ്റെ ബ്രീത്തിങ്ങിന് ചെറിയൊരു അബ്നോർമാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവനെ എക്സ്റേ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. അത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എക്സ്റേ എടുക്കുന്ന സ്ഥലത്തോട്ട് പോയി. അപ്പോൾ അകത്തോട്ട് അവനെ കൊണ്ടുപോയി. അതിൻ്റെ അകത്ത് നമ്മളെ കയറ്റില്ല, ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അത് 2 എക്സ്റേ എടുത്തു. അങ്ങനെ ഇതാ വീണ്ടും താഴേക്ക് പോവാണ് കേട്ടോ. എക്സ്റേയുടെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. എക്സ്റേയുടെ റിസൾട്ട് കിട്ടിയ ഉടനെ ഡോക്ടർ വന്ന് നമ്മളോട് സംസാരിച്ചിട്ടോ. അപ്പോൾ നമുക്ക് ഇവനെ കിട്ടുന്നതിന് മുമ്പ് ഇവൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴോ ഒരു ആക്സിഡൻറ്റ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ലങ്സിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇടയ്ക്ക് ബ്രീത്തിങ്ങിന് ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നത്. ഇവന് ഈ ആക്സിഡൻറ്റ് എപ്പോഴാണ് നടന്നേക്കുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മുടെ കയ്യിൽ ഇവനെ കിട്ടിയിട്ട് ഇപ്പോൾ 4 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കിട്ടിക്കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് പണ്ട് എപ്പോഴും സംഭവിച്ചതാണ്. അപ്പോൾ ആ ആക്സിഡൻറ്റ് നടന്ന ഉടനെ ആയിരുന്നെങ്കിൽ നമുക്കൊരു ചെറിയ സർജറി ചെയ്തിട്ട് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി സർജറി അങ്ങനെ ചെയ്യേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അവനിപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വാക്സിൻ എടുത്തു. അപ്പോൾ ഇവൻ്റെ പെറ്റ് പാസ്പോർട്ടൊക്കെ കിട്ടി. അപ്പോൾ അതിൽ നെക്സ്റ്റ് വാക്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. പോവാണ്. തിരിച്ചും ഓട്ടോ തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതാ വേഗം വീട്ടിൽ വന്നു. അപ്പം ആള് കുറച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ കൊണ്ട് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. ബാസ്ക്കറ്റിലിരുന്ന് പെട്ടെന്ന് വീട്ടിൽ വന്നു. അകത്ത് കയറി ഇതാ ബാസ്ക്കറ്റ് തുറന്നപ്പം അവനതിന് ചാടി ഓടി ഇറങ്ങിപ്പോയി. അപ്പം ഇന്ന് അവന് 2 വാക്സിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബൂസ്റ്റർ ഉണ്ട്, അത് നെക്സ്റ്റ് മന്ത് ആണ്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.